ഇന്ത്യയിൽ ഏറ്റവും ട്രാൻസ്പെറൻറ്റ് പ്രൈസിങ്ങും ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കും സ്വർണ്ണം വാങ്ങിക്കാൻ ആവശ്യമുള്ള കേരളത്തിലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലെ ജ്വല്ലറി ഷോപ്പുകളിലെ വ്യാപാരം വലിയ തോതിലാണ്. അപ്പോൾ ചെറിയ ലാഭം എടുത്താൽ അവർക്ക് കൂടുതൽ വോളിയം വിൽക്കാൻ പറ്റും. വോളിയം ബിസിനസ്സാണ് കേരളത്തിൽ. മറ്റ് സ്റ്റേറ്റുകളിൽ പോയി നിങ്ങൾക്കറിയാം, ഇവിടെ കേരളത്തിൽ പല ഷോപ്പുകൾ 200, 300 കിലോ, 500 കിലോ സ്റ്റോക്കുള്ള കടകളുണ്ട്. വലിയ വലിയ കടകളുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിൽ ഇത്രയും കൽക്കട്ടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം 40 കിലോ, 25 കിലോ സ്റ്റോക്കുള്ള ചെറിയ കടകളാണ്. അവർ വിൽക്കുന്ന ആഭരണത്തിൻ്റെ തൂക്കവും കുറവുണ്ടാവും. ഇവിടെ വലിയ കടകൾ ഒരു ദിവസം 10 കിലോ വിറ്റെന്നിരിക്കും. അവിടെ ഏറ്റവും വലിയ കടയിൽ 1 കിലോ, 1.5 കിലോ ആയിരിക്കും വിൽക്കും. ഇവിടെ അതുകൊണ്ട് ഒരു വോളിയം ബേസ്ഡ് ആക്ടിവിറ്റിയാണ്, ലോ മാർജിനിലാണ് വിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്കുള്ള അവയർനെസ് ഉണ്ട്. അപ്പോൾ ഓരോ സാധനത്തിൻ്റെയും ഓരോ ഐറ്റത്തിൻ്റെയും പണിക്കൂലി വളക്ക് ഇത്രയേ ഉള്ളൂ, ആ നെക്ലേസ് ഇത്രയുള്ള പണിക്കൂലിയെക്കുറിച്ചൊക്കെ ആൾക്കാർക്കൊരു ധാരണയുണ്ട് തന്നെ. അപ്പോൾ അതിനകത്ത് കുറച്ച് ബാർഗെയിനിങ് ഒക്കെ നടക്കും. അപ്പം കടകളിലെ ബിസിനസ് വളരെ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി കൊടുത്താൽ മതി. പണിക്കൂലി എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ കാലത്ത്, പണ്ട് നമുക്കറിയാം, ഇപ്പോഴും ചില തെറ്റിദ്ധാരണയുണ്ട്, പണിക്കുറവ്, പണിക്കൂലിക്കിനുള്ള പല കാര്യം. ഇതൊന്നുമില്ല. ഇപ്പം നിലവിൽ ലീഗൽ മെട്രോളജി നിയമപ്രകാരം വാല്യൂ അഡീഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ 1 ഗ്രാം സ്വർണ്ണത്തിന് 10,000 രൂപ വിലയുണ്ടെങ്കിൽ അതിലൂടെ വാല്യൂ അഡീഷൻ എത്രയായി? പണിക്കൂലി, പണിക്കുറവ് എല്ലാം ചേർത്തിട്ടുള്ള വാക്കാണ് വാല്യൂ അഡീഷൻ. അത് 2% മുതൽ 25% വരെ ആഭരണത്തിൻ്റെ മൂല്യം അനുസരിച്ച് പോകും. കേരളത്തിൽ ഏറ്റവും ബെറ്റർ ഗോൾഡ്, അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റി കോൺഷ്യസ് ആണ് ജനങ്ങൾ. പ്രൈസിൻ്റെ കാര്യത്തിൽ കോൺഷ്യസ് ആണ്. അതിനൊരു ഹിസ്റ്റോറിക്കൽ റീസൺ എന്ന് വെച്ചാൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ കൺസംഷൻ ഉള്ളത് കേരളത്തിലാണ്. ഞാൻ പറഞ്ഞ ഇന്ത്യയിലല്ലേ, ലോകത്ത് പെർ ക്യാപിറ്റ കൺസംഷൻ ഒരാൾ ഒരു വർഷം 4 ഗ്രാം ഗോൾഡ് മേടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻറ്റ്. അത് മെയിനായിട്ടുള്ളൊരു കാര്യം, നമുക്കിവിടെ ഇത്രയും ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉണ്ട്. ഈ ചെറിയ സംസ്ഥാനത്ത് ഇത്രയും ഡെൻസിറ്റി ഉണ്ട്, ഇത്രയും പർച്ചേസിങ് പവർ ഉണ്ട്. ഇത്രയും പർച്ചേസിങ് പവറുള്ളൊരു പോപ്പുലേഷൻ ഇന്ത്യയിലുണ്ടാവില്ല. ലോകത്ത് ഇത്രയും മറ്റു രാജ്യങ്ങളിൽ പർച്ചേസിങ് പവർ കാണും, പക്ഷേ ഗോൾഡിനോടൊരു അഫിനിറ്റി ഉണ്ടാവില്ല. ചുരുക്കം പറഞ്ഞാൽ ഗോൾഡിൻ്റെ ഏറ്റവും നല്ല വ്യാപാര മേഖല കേരളമാണ്. ഏറ്റവും നല്ല ഗോൾഡ്, ഏറ്റവും നല്ല പ്രൈസും കേരളത്തിൽ.